എടി രാധിക എവിടെ പോയി കിടക്കുക? എത്ര നേരം ഞാൻ വിളിക്കണു? വിശന്നിട്ട് വയ്യടി. കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കാൻ എന്തിനാടീ നെറ്റ്? നല്ല വിശപ്പുള്ളോണ്ടല്ലേ നീ എന്റെ കാര്യം വിട്. നമ്മുടെ അച്ഛൻ പ്രായമായ ആളല്ലേ. ഈ വയസ്സാം കാലത്ത് ഈ അച്ഛന് എന്തെങ്കിലും നോക്കേടാണ്. നീ എന്തെങ്കിലും ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കി തന്നാ മതി. എന്താടാ, എന്ത് പറ്റി? ഒന്നുമില്ല അച്ഛ, ഒന്ന് മിണ്ടാതി. നീ കാര്യം പറയും. ഇന്നലെ നെറ്റിൽ സിനിമ ഡൗൺലോഡ് ചെയ്യട്ടെ. ഇതുവരെ സിനിമ ഡൗൺലോഡ് ആയിട്ട് രാവിലെ മുതൽ നെറ്റില്ലേ. നീ അതൊക്കെ വിട്. നീ ഒരു കാര്യം ചെയ്യും, ആ ജംഗ്ഷനിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അച്ഛനെ വേറെ പണിയൊന്നുമില്ലല്ലോ, അച്ഛൻ തന്നെ പോയി വാങ്ങിച്ചാൽ ഇല്ലമ്മ, രാവിലെ മുതൽ ഇല്ലെന്ന്. നീ ഇതൊരു ഭക്ഷണം ഉണ്ടാക്കിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ വിഷമം നിലവിളി തുടങ്ങി. എത്ര നേരം ഞാൻ പറയണു? മക്കളെ, നിങ്ങൾക്ക് നെറ്റ് കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നില്ല. അച്ഛനോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്റെ ബർമുടയെ ടീഷർട്ട് തൊപ്പിയിടരുത്. എന്നാ പിന്നെ നീ നിന്റെ അച്ഛനോട് പറഞ്ഞു എനിക്കൊരു 3-4 ഓൺലൈനായിട്ട് ഓർഡർ ചെയ്താ. ബെസ്റ്റ് ടൈം അതിന് നെറ്റ് കിട്ടണ്ടേ? നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കുഴപ്പമാണ്? എപ്പോ നോക്കിയാലും മൊബൈൽ ഫോണിന്റെ മുന്നിൽ യുദ്ധം തന്നെ. ശരിക്കും ഞാനാണോ മോനെ നെറ്റ് കിട്ടുന്നുണ്ടോ? ആർക്കില്ല. ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിന്റെ താഴെ ഒരുത്തൻ തെറി കമന്റ് വെച്ചിരിക്കുന്നു. എനിക്കാണെങ്കിലും മറുപടി കൊടുക്കാതെ ഇങ്ങനെ കൈ കുറച്ചുകൊണ്ടിരിക്കുക. മോനെ സാധനം വേണം. ഇറക്കുന്നത് കൈ വറുത്തെന്ന് പറഞ്ഞല്ല. രാവിലെ എഴുന്നേറ്റ് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് ഗുഡ് മോർണിംഗ് അയക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഹലോ, പറഞ്ഞു. അപ്പൊ അങ്ങനെയാണല്ലേ? ശരി ശരി. അതെ, നിരക്ക് കൂട്ടാനേ സർക്കാർ സമ്മതിച്ചില്ല. ഇന്റർനെറ്റ് ഡാറ്റാ സേവനങ്ങളെ നിർത്തലാക്കി. മോനെ, ഞാനൊരു അലക്സ ഓർഡർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും? സത്യം പറയുമ്പോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ഈ നെറ്റൊന്നും വന്നാ മതിയായിരുന്നു. ഈ നെറ്റൊന്നും ഇനി വരില്ല. ഈ കുരുത്തം കെട്ട നെറ്റ് വരാതിരുന്നാ മതിയായിരുന്നു. ഈ അച്ഛന്റെ ബ്രാക്ക് വരെ നെറ്റ് അവർ ഒരു കണക്കിന് നെറ്റില്ലാഞ്ഞ നന്നായി. നിങ്ങളെല്ലാവരും ഒരുമിച്ചൊന്ന് കാണാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ അച്ഛന്റെ ഫോൺ എടുത്ത് മുറിയിൽ തന്നെ ഇരിക്കും. നീയാണെങ്കിലോ അടുക്കളയിൽ ഇതേ ഫോണിന്റെ മുന്നിൽ. ഇവന്റെ കാര്യം പിന്നെ പറയും വേണ്ട. ലാപ്ടോപ്പും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും തന്നെ. എന്തെങ്കിലും ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാന്ന് പറഞ്ഞ് അടുത്ത വീട്ടിൽ പോയാലോ ഇയാളും മുഴുവൻ സമയം ഫോണിൽ. എപ്പോ സംസാരിക്കുന്നു ധൈര്യത്തോടെ വീട്ടുണ്ട്. ഞാൻ ഞങ്ങളെല്ലാവരും അച്ഛന്റെ കൂടെ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിഷമം മനസ്സിലായിരുന്നു. സാരമില്ല. എടാ മോനെ, അടുത്താഴ്ച ഓണമല്ലേ? ഇത്തവണ ഓണം നമുക്ക് അടിപൊളിയാക്കണം. നമുക്ക് മുന്നോട്ട് കൂടണം. ഓണ കളികളുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. അത് കളിക്കും. സന്തോഷം. അച്ഛാ, ഇത്തവണ നമ്മള് മുറ്റത്ത് പഴയതുപോലെ അടിപൊളി ഊഞ്ഞാലുണ്ട്. പണ്ടത്തെ പോലെ. അതെ. എല്ലാവരും കൂടെ ഒരുമിച്ച് നല്ലൊരു ഓണം ആഘോഷിച്ചിട്ട് എത്ര കൊല്ലായി. അമ്മേ, അങ്കിളെ നെറ്റ് വന്നു. നീ
ഇനിയെങ്കിലും അല്ലെങ്കിൽ ഞാൻ തമ്മിൽ മറുപടി ഇട്ട് മൊബൈൽ കൊണ്ടുവരാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ഇന്റർനെറ്റിന്റെ വ്യാളിപ്പിടിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പുതിയ നിയമം വരണം. എന്നാലേ മനുഷ്യനെ പോലെ ചെയ്യും. പ്രിയമുള്ളവരെ, ഈ സംഘത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇവരെ ആദരിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനിമോൾ ക്ഷണിക്കുകയാണ്. രജനീൻ സംവിധാനം നിർവഹിച്ചത് അരുൺകുമാർ, സതീഷ് കുമാർ, സജിത് സർഗം, പ്രസാദൻ മഠത്തിൽ, രമ്യ കൃഷ്ണൻ എന്നിവരാണ് ഈ നാടകത്തിൽ വേഷമിട്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിലൂടെയും പരസ്യചിത്രങ്ങളിലൂടെയും ഒക്കെ ശ്രദ്ധേയരാണ്. ആദ്യമായിട്ടാണ് ഇവർ നാടകത്തിൽ ലൈവായിട്ട് വരുന്നത്. SBIയിലെ ഉദ്യോഗസ്ഥരാണ്, പൊതുസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. തീർച്ചയായും ഇവർക്ക് എല്ലാവരുടെ ആശംസകൾ. സുഹൃത്തുക്കളെ, രാവിലെ 11 മണിക്ക് തുടങ്ങിയിട്ടുള്ള യാത്ര 48 നാടകങ്ങൾ കഴിഞ്ഞിരിക്കുന്നു.